பக்க பூமியாடும். கண்டம் ரெண்டு பக்கவாத்தியும் கொஞ்ச நேரம் தட்டி பாரு 100 தாளம் போடும். என் மேனி ஒரு தேக்குத்தான் மின்னுது பார் மூக்குத்தான். என் மேனி ஒரு தேக்குத்தான் மின்னுது பார் மூக்குத்தான். உள்ளகையில் ரேகையெல்லாம் சொர்க்கத்தோட மேப்பு தான். இன்னிடாத கூந்தல் ஒரே கண்ணங்கரு குற்றாலம் தான். டியா 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 அரை டண்டன காடியா. கொய்யா 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 நான் வெட்டி வச்ச கொய்யா. டியா 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 அரை டண்டன காடியா. பையா 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 என தின்னு புட்டு போயா. വർണ്ണ വൈവിധ്യ സംഗീത മാറ്റൊലി മലയാളികൾക്ക് സമ്മാനിച്ച ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടി ഷോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ പ്രസന്റഡ് ബൈ ഇംപാക്സ് ആൻഡ് യൂണിറ്റേസ് പുട്ടുപൊടി പവർഡ് ബൈ ഐടെക്സ് ഡാസ്ലർ ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ് ആൻഡ് പോളിക്യാപ്. കുട്ടിക്കുറുമ്പുകളുടെ സംഗീത യാത്രയുടെ വഴി വെളിച്ചം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ, മനോജ് അങ്കിൾ. കുട്ടിക്കുറുമ്പുകളുടെ പാട്ടിന് അഴകേക്കുന്ന നമ്മുടെ പ്രിയ ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീംസ് നൽകുന്ന 15 ലക്ഷം രൂപ. പാട്ടിന്റെ പവിഴമുത്ത്, പാലക്കാടിന്റെ അഭിമാനം. വെൽക്കം ഷീബു ഓൺ സ്റ്റേജ്. ഇന്ന് ഞാൻ ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം KJ യേശുദാസ് സാർ പാടിയ വചനം എന്ന സിനിമയിലെ നീർമിഴി പീലിയിൽ എന്ന മനോഹരമായ പാട്ടാണ്. എൻ്റെ അമ്മയാണ് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത്. ആദ്യം ഞാൻ ഈ പാട്ട് പാടിക്കഴിയുമ്പോൾ ഞാൻ ആദ്യം ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ഈ പാട്ട് നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ പാടിത്തരാം. ഹലോ, ഹായ്. എന്തൊക്കെയാണ് പുതിയ വിശേഷം? പുതിയ വിശേഷം, എക്സാം ഒക്കെ കഴിഞ്ഞു. മാർക്കൊക്കെ ടഫായിരുന്നു. മാർക്ക് കുഴപ്പമില്ല. മാർക്ക് വന്നോ അതിന്? ഇത്ര പെട്ടെന്നോ? ടീച്ചർ ഞാൻ ക്ലാസ്സിലോട്ട് പോകുന്ന വഴിയിൽ സയൻസ് ടീച്ചർ പറഞ്ഞു, നീ പാസ്സായിട്ടുണ്ട്, കുഴപ്പമില്ല. നേരത്തെ മാർക്കൊക്കെ പറഞ്ഞു ടീച്ചർ. അല്ല, കാരണം അവനെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാ. അയ്യോ, ശരിക്കുള്ള പേപ്പർ കൈ കിട്ടിയോ? ഇല്ല, പേപ്പർ കൈ കിട്ടിയിട്ടില്ല. അപ്പൊ അറിയാം. അയ്യോ, ഇത് കാരണം ഇനി ആവുമ്പോ കുട്ടി പോയിട്ടേ അവിടെ പോയി പാടുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് ഇത് വേണ്ടല്ലോ. അതുകൊണ്ടാണ് നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്. ആണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഒന്നാമത് അവൻ പറഞ്ഞ എന്താണ്, ഞാൻ പരീക്ഷയ്ക്ക് കുഴപ്പമില്ല എഴുതി. പിന്നെ ടീച്ചർ പറഞ്ഞ എന്താണ്, നീ പാസ്സായിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒന്നും ഓർക്കണ്ട കേട്ടോ. കാരണം ഓർത്തു കഴിഞ്ഞാൽ ചിലപ്പോ അത് പ്രശ്നമാവും. ഇപ്പൊ തന്നെ നിനക്ക് ടെൻഷൻ ഇല്ലേ? ഇല്ല. എനിക്ക് വെരി ഗുഡ്. ഏത് പാട്ടാ പാടുന്നേ? നീർമിഴി പീലിയിൽ. നീർമണി, അതാണ് പാടിക്കും.
അറിയാലോ ഞാൻ വെറുതെ കൈ തരില്ലെന്ന്. ആ കൈ തന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അൾട്ടിമേറ്റ്. കൈ വിട്ട് അവിടെ തിരിച്ചു ഗ്രേഡൊക്കെ നീ തീരുമാനിക്കും. ഹലോ, ഇല്ല ഞാൻ ചോദിക്കുന്ന സംശയം കൊണ്ട് ചോദിക്കാം. സാർ എന്താ ചോദിച്ചേ? സാറ് ചോദിച്ചു ഈ കൈ തന്നത് വെറുതെ അല്ല, അപ്പൊ എന്തിനായിരിക്കും ചോദിച്ചു. അപ്പൊ നീ എന്ത് പറഞ്ഞു? അപ്പൊ ഞാനല്ലേ, അപ്പൊ നീ എന്ത് പറഞ്ഞു? ആണ് അപ്പൊ സാറ് ഞാനല്ല എന്റെ അടുത്ത്. ഞാനോ ഇവിടെ ഇരിക്കുന്ന ഞാൻ അങ്ങനെ അവിടെ വന്ന് അങ്ങോട്ട് വന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ തരാം ഞാനിപ്പോ അൾട്ടിമേറ്റ് തിരിച്ചുവിടാം. സൂപ്പർ. എനിക്ക് സൂപ്പർ ഒന്നുമല്ല, എനിക്ക് അൾട്ടിമേറ്റ് ആണ്. അത്ര 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 ഇഷ്ടപ്പെട്ടടാ, അതാണ് കൈ തന്നത് കേട്ടോ. ചേട്ടന് വോ എന്ന് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. വാവെന്ന് പറയാൻ വന്നു, പക്ഷേ ഒരു ഉൾപ്പൂവിൻ എന്താണ് നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു. ഇപ്പൊ സൂപ്പറായി. ആ ഉൾപ്പൂവിൻ കൂടെ വന്നതിനെ ചിലപ്പോ വാവ് വന്നതിന് നന്നായിട്ട് പാടി വന്, നല്ല രസമായിട്ട് പാടി. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു ടെൻഷൻ ഇല്ലാതെ വളരെ ശ്രുതിശുദ്ധമായിട്ട് പാടി. കുറച്ച് പിന്നെ തുണ്ടുപല്ലി വന്നപ്പോഴത്തേക്ക് ഒന്ന് ശകലം ചേരാതെ വന്നു. സായിൽ വന്നപ്പോ ഒരു ആട്ടം വന്നു. എന്നാലും ഇതുപോലത്തെ പാട്ടുകളൊക്കെ എടുത്ത് പാടാൻ ഉള്ള ഒരു ധൈര്യം, ആ ധൈര്യത്തെ ഞാൻ നമിക്കുന്നു. കാരണം വെച്ചാൽ ഇപ്പൊ നമുക്ക് പോലും നേരത്തെ മനോജ് പറഞ്ഞ പോലെ നമുക്ക് സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിൽ എന്തൊരു ഭയമായിരിക്കും എന്നറിയോ. ഈ പാട്ട് ഇപ്പം ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ. മറ്റേ നമ്മളൊരു പ്രോഗ്രാമിന് പാടുമ്പോൾ കുറച്ചൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നാട്ടുകാർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, കൂട്ടത്തിലും പോകും. കാരണം 50,000 1,00,000 വാട്ട്സിന്റെ ഇടയിൽ പോകുമ്പോഴത്തേക്ക് അത് അറിയാതെ പോകും. പക്ഷെ ഇത് ഞങ്ങൾ ചെവിയിൽ കറക്റ്റായിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഞങ്ങൾ നുള്ളിയെടുക്കും. അപ്പൊ അങ്ങനെ നുള്ളിയെടുത്താണ് ഒരു ഉൾപ്പൂവിനെ ഞാൻ നുള്ളിയെടുത്തു. അപ്പൊ അതൊന്ന് ഇപ്പൊ നേരത്തെ പാടി താളത്തിൽ നിന്ന് കറക്റ്റായിട്ട് പാടിയിരുന്നു. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പു. നിന്റെ ഉൾപ്പൂ അവിടെ കുറച്ച് ഇത് വന്നു, ഒന്നുകൂടെ പാടി. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പു. ആ ഉൾ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പിടുത്തം വരുന്നുണ്ട്. നിന്റെ ഉൾപ്പൂവിൻ, നിന്റെ ഉൾപ്പൂവിൻ, നിന്റെ ഉൾപ്പൂവിൻ. അത് തന്നെ കറക്റ്റ്, കൃത്യം കൃത്യം. ഇതാരാ സെലക്ട് ചെയ്ത പാട്ട്? എന്റെ അമ്മ. അമ്മയ്ക്കൊരു വലിയ കേടി. നല്ല പാട്ടായത്. കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യം കേട്ട് കഴിഞ്ഞാലും പിന്നെ നമുക്ക് ബോറടിക്കാത്ത ചില പാട്ടുകളുണ്ട്. 2-3 പ്രാവശ്യം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അത് മതി എന്ന് പറയുന്നു. ഇത് നമ്മളൊരു CD-യിൽ നമ്മളൊരു 15 പ്രാവശ്യം ഇട്ടിട്ട് നമ്മൾ കാറിനകത്തിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ യാത്രയിലൊരു സുഖം കാണും. ചിന്ത അങ്ങനെ ഒഴുകി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുപോകാം. നീ അത്ര രസമായിട്ട് ഒഴുക്കിൽ പാടിയിട്ടുണ്ട് കേട്ടോ. ദൈവം രക്ഷിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. മാർക്ക് കൂടെ നന്നായിട്ട് കിട്ടട്ടെ. ഓക്കെ. ഹായ് മോനെ ശ്രീ ഭുവൻ. എന്ത് മനോഹരമായ പാട്ടാണ് അത്. അതിമനോഹരമായിട്ട് മോൻ പാടി എന്നുള്ളതാണ്. നമുക്ക് ഈ പാട്ട് കേട്ടാൽ വളരെ ഈസി ആയിട്ട് പാടാന്നൊക്കെ തോന്നും, പക്ഷെ ഭയങ്കര ടഫാണ്. ഇപ്പൊ കണ്ടില്ല ഉൾപ്പോരൊക്കെ പോയ പോക്ക് കണ്ടില്ലേ അല്ലേ? നമുക്ക് വെളിയിൽ നിന്ന് കേൾക്കുമ്പോ ഈസിയാ, ചുമ്മാ ഒരേ പേസിലുള്ള ഇങ്ങനെ പാട്ടാന്ന് തോന്നും, പക്ഷെ അതിൻ്റെ അകത്ത് ഒരുപാട് സംഗതികളുണ്ട് അല്ലേ? പക്ഷെ മോനത് വളരെ ഈസി ആയിട്ട് പാടി, നല്ല രസമായിട്ട് പാടി. നല്ല പ്രൊഫഷണൽ സിംഗേഴ്സ് പാടുന്ന പോലെ നല്ല ഗായകനാണ് മോൻ. അതാണ്, പാട്ടുകാരനല്ല, ഗായകൻ. ആ ഗായകന്റെ ഒരു ഗ്രേഡ് ഉണ്ടല്ലോ, ആ ഗ്രേഡിൽ നിന്നാണ് മോനത് പാടുന്നത്. ഭയങ്കര സുഖം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും അടുത്ത എപ്പിസോഡിൽ ഞാൻ ഉണ്ടോന്ന് അറിയത്തില്ല, എങ്കിൽ പോലും മോൻ്റെ പാട്ടുകൾ ഇനിയും കേൾക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ കോംപ്ലിമെന്റ് കേട്ടോ.
കലക്കി, സൂപ്പർ, നന്നായി പാടി. എന്താ സാർ? I love the way you are growing up. ഒരു ആദ്യം ഇവിടെ വന്നപ്പോൾ എന്താണ്, ഒരു ചെറിയൊരു മുട്ടായിരുന്നു, അതിനിങ്ങനെ വികസിച്ച് ഇപ്പോൾ നല്ല പരിമളമുള്ള അസാധ്യ സൗന്ദര്യമുള്ള ഒരു ബ്യൂട്ടിഫുൾ റോസാ പുഷ്പം പോലെയാണ് നീ ഇങ്ങനെ വളരുന്നത് കേട്ടോ. അതിന് മണം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിലെ ഓരോ ഇടങ്ങളും ശ്രദ്ധിച്ചു പാടി. പക്ഷെ അതീവ ജാഗ്രതയുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അതായത് ബീങ് ടു കെയർഫുൾ, അത് ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ. ടു കെയർഫുൾ ആവാൻ പാടില്ല, എന്നാൽ കെയർ ഫ്രീ ആവാൻ പാടില്ല. എത്ര കെയർ കൊടുക്കണം എന്ന് നമ്മൾ അറിയണം. ആ അങ്കിളും അങ്ങനെയാണ്. ഒരു കോമ്പോസിഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ കോമ്പോസിഷൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച്, ആ സിനിമയിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് എത്ര നമ്മൾ കെയർ കൊടുക്കണമോ അവിടെയൊക്കെ കെയർ ചെയ്യും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് സിമ്പിളായിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ ആർട്ടിസ്റ്റിനും അങ്ങനെയാണ്. അപ്പോൾ ആ സിംപ്ലിസിറ്റി നമ്മൾ കൊണ്ടുവരാനായിട്ട് ഇതൊരു ഇങ്ങനെ സിമ്പിളായിട്ട് സിമ്പിൾ യെറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് മോഹൻ ചേട്ടൻ കമ്പോസ് ചെയ്തിരിക്കുന്ന സോങ്ങാണ്. മോഹൻ ചേട്ടൻ്റെ സിനിമയിൽ ട്രാക്ക് പാടാനായിട്ട് പോയിട്ട് അവസാനം കോറസ് പാടിയ ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ദിസ് ഇസ് എ പെർട്ടിക്കുലർലി ബ്യൂട്ടിഫുൾ സോങ് ആൻഡ് ദാറ്റ് ഇസ് ബ്യൂട്ടിഫുള്ളി റെൻറ്റേഡ് ബൈ ഭുവന കുമാരൻ. ഓരോ ഇടങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ നന്നായി. ഇങ്ങനെ തന്നെ നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കട്ടെ ഭുവനൻ്റെ സംഗീതം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോ നമുക്ക് ഗ്രേഡിലേക്ക് കിടക്കാം. അപ്പോ ഗ്രേഡ് എന്തിടെ ഇഷ്ടമുള്ള ഗ്രേഡ് പറഞ്ഞു, അത് തന്നിരിക്കും. ഒരു ഊഹം പറ. ഊഹത്തിൽ എത്ര പറയാം? എന്തായിരിക്കും, ഏത് ഗ്രേഡ് ആയിരിക്കും? ചുമ്മാ ഊഹിച്ചേ. ആര് പറഞ്ഞു? എന്റെ തലയെ കൊണ്ട് വെക്കാതെ ഒരു കാര്യം ചെയ്യുമ്പോ ഉപദ്രവമായിട്ട് മാറാതെ. ഞാൻ തലയിലോട്ട് വെച്ചതല്ല, സാറ് തന്നത് പറയില്ലേ. നിന്നെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ തന്നെ പ്രശ്നമില്ല. വേണമെങ്കിൽ മനോജിന്റെ ചോദിച്ചോ. എന്തായാലും മോനെ അത്രയില്ല എങ്കിലും ഏകദേശം അതിനടുത്തൊക്കെ വരുന്ന ഒരു ഗ്രേഡ്. എ അൾട്ടിമേറ്റ്. ഇത്ര ഉണ്ടോ? ഞെട്ടൽ മാറിയിട്ടല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? ഇത്ര നേരം എന്നെ ഇങ്ങനെ പഴിച്ചോണ്ടിരുന്നില്ലേ? MG ശ്രീകുമാർ സാറ് പറഞ്ഞു. MG ശ്രീകുമാർ സാർ കണ്ണാ ഒരു നല്ല പൂക്കുറ്റിയടി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ അൾട്ടിമേറ്റ്. താങ്ക് യു സർ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം അൾട്ടിമേറ്റ് ഒക്കെ വാങ്ങിക്കാനുണ്ടോ? നിന്റെയോ മൽമിഴികളോ നീല നീരത നിരയോ പെയ്തതെന്നിൽ മൊഴികളോ തോരാനന്ദ മഴയോ. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീംസ് നൽകുന്ന 15 ലക്ഷം രൂപ. ടോപ്പ് സിംഗറിന്റെ കൊച്ചുകൂട്ടിലെ നാദ സൗന്ദര്യം നമ്മുടെ സ്വന്തം വൈഷ്ണവി കുട്ടി. വെൽക്കം ഓൺ സ്റ്റേജ്. മേഘപക്ഷി കൂടു വിട്ടു പോകും മുൻപേ മോഹച്ചപ്പക്കാലം തട്ടിത്തൂവും. നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള നല്ല നല്ല പാട്ടുകൾ നൽകിയ ഒരു സിനിമയാണ് വടക്കുംനാഥൻ. അപ്പോൾ വടക്കുംനാഥൻ എന്ന സിനിമയിലെ പാഹി പരമ്പരയിലെ എന്ന പാട്ടാണ് ഞാൻ രവീന്ദ്ര മാസ്റ്റർ റൗണ്ടിൽ പാടാൻ പോകുന്നത്. ഇതൊരു ഡിവോഷണൽ ടൈപ്പ് പാട്ടാണ്. അപ്പോൾ ഞാൻ നന്നായി പാടാൻ ശ്രമിക്കും എന്നല്ല, നന്നായി പാടും. തിളങ്ങി നിക്കല്ലേ, തിളങ്ങി ജ്വലിച്ച് നിക്കുക. ഏത് പാട്ടാ മോളെ പാടുന്നേ? ഞാൻ ഇന്ന് രവീന്ദ്ര മാസ്റ്റർ റൗണ്ടില് പാഹി പരമ്പരയിലെ ഓം നമോ നമഃ ശിവായ. പക്ഷെ ഇപ്പൊ കാണുമ്പോ എനിക്ക് പാടാൻ തോന്നുന്ന പാട്ട് ഏതെന്നറിയാം?
ശ്രീപദം വിടർന്ന സരസേ ഗൃഹത്തിൽ ജനനി. അതാണ് അല്ലേ? റൈറ്റ്. താങ്ക് യു സർ. സരസ്വതി അതാണ്. അപ്പൊ അങ്ങനെ ജനനിയാണ്, അമ്മയാണ് അല്ലെ? അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ആ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി. മനോജങ്ങളെ നമ്മുടെ വൈഷ്ണവി കുട്ടി ഒരു പ്ലേ ബാക്ക് സിംഗർ ആണ് കേട്ടോ. ഈ അടുത്തൊരു മൂവിയിൽ പാടി. ഓ അതേതാ മോളെ പാടിയത്? ഞാൻ അപാരസുന്ദര നീലാകാശം എന്ന സിനിമയില്. ആണല്ലേ? അത് ഇറങ്ങിയോ? ഇല്ല. എന്താ ഇറങ്ങാത്തെ? അറിയില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പടം ഇറങ്ങിയാലും നമുക്ക് കാര്യമുള്ളൂ. പടം ഇറങ്ങിയ ആ പാട്ട് ഭയങ്കരമായ പോപ്പുലാരിറ്റി ഉണ്ടാക്കണം. അതാണ് അങ്കിളിന്റെ പ്രാർത്ഥന കേട്ടോ. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. വൈഷ്ണവി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പാഹി പരമ്പൊരുളേ ശിവ ശിവ നാമ ജപപ്പൊരുളേ, പാഹി പരമ്പൊരുളേ ശിവ ശിവ നാമ ജപപ്പൊരുളേ, മരവർണ്ണിനി ശുഭകാമിനി യുമതൻ പതിയേ, മരവർണ്ണിനി ശുഭകാമിനി യുമതൻ പതിയേ, ചന്ദ്രകലാധര സങ്കടനാശക സന്തതമുണരുക നീ, ശിവ 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 ശംഭോ ശിവ ശംഭോ ഹര 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 ശംഭോ ശിവ ശംഭോ, ശിവ 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 ശംഭോ ശിവ ശംഭോ ഹര 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 ശംഭോ ശിവ ശംഭോ, പാഹി പരമ്പൊരുളേ ശിവ ശിവ നാമ ജപപ്പൊരുളേ, പാഹി പരമ്പൊരുളേ ശിവ ശിവ നാമ ജപപ്പൊരുളേ.
എന്നിടം വൈഷ്ണവക്കുട്ടി, കാതലിൽ ശംഭോ മഹാദേവ്. പേസതേ എന്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ശരിക്കും ഒരു ഭക്തിരസം ടോട്ടലായിട്ട് മഹാദേവനെ കണ്ടു. അത്രയ്ക്ക് ഗംഭീരമായിട്ട് മുഴുവൻ സൂപ്പറായിട്ട് മനസ്സിലൊരു ഭക്തി വെച്ചിട്ടാണ് എല്ലാ സ്ഥലങ്ങളും പാടിയിരിക്കുന്നത്. അങ്ങനെ പാടിക്കൊണ്ട് വരുന്ന വഴി മലയുടെ മുകളിലെത്തി. അപ്പൊ അവിടുന്ന് താഴോട്ടൊന്ന് വീണപ്പോ ഒന്ന് തെന്നി വീണു അനുപല്ലവില്. ആ അടുത്ത രണ്ടാമത്തെ മല കയറിയപ്പോ വീണപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല, വലിയ പരിക്കുകളില്ലാതെ വീണു. ആദ്യത്തെ ആ മലയിൽ നിന്ന് വീണത് ഒന്ന് കറക്റ്റ് ചെയ്തേ. ശ്രുതി മന്ത്രജപത്തിനു നീരാഞ്ജനമാം നീ ശ്രുതിയിലോട്ട് ചേർന്നില്ല. അതൊന്നുകൂടെ മോളെ ഈസി ആയിട്ട് പഠിക്കേ. ആ പോർഷൻ മന്ത്രജപത്തിനു നീരാഞ്ജനമാം അതന്നെ കറക്റ്റ്. രക്ഷപ്പെട്ട ആ മലയുടെ അതും കൂടെ ഒന്ന് കേൾക്കട്ടെ. ഹിമഗിരി നന്ദിനി ഹിമഗിരി നന്ദിനി ഹിമഗിരി നന്ദിനി ഹിമഗിരി ഹിമഗിരി നന്ദിനി ഹിമഗിരി നന്ദിനി ഹിമഗിരി നന്ദിനി ഇവളുടെ ഹിമഗിരി നന്ദിനി ഹിമഗിരി നന്ദിനി ഇവളുടെ നന്ദിനി ഇത്തിരി വളയ്ക്കണം. നന്ദിനി ഇത്തിരി വളച്ചുകൊണ്ടുവരണം. ഹിമഗിരി നന്ദിനി ഇവളുടെ ഹിമഗിരി നന്ദിനി ഹിമഗിരി നന്ദിനി ഹിമഗിരി നന്ദിനി ഹിമഗിരി നന്ദിനി. അതന്നെ ഇപ്പൊ നന്ദിനി വളഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി കോറസ് വളരെ നന്നായിരുന്നു, ഓർക്കസ്ട്ര നന്നായിരുന്നു, പാട്ട് അതിഗംഭീരമായിരുന്നു. അണ്ണ ഇത് പാടാൻ അത്ര എളുപ്പമൊന്നുമല്ല. മോടെ ചില സംഗതികളൊക്കെ എക്സ്ട്രാ ഓർഡിനറി ഗുഡായിരുന്നു. അടിപൊളിയായിരുന്നു. ചില ഇതിന് തൊട്ട് മുമ്പുള്ള ഹിമഗിരി നന്ദിനിക്ക് മുമ്പുള്ള അവിടെയൊക്കെ നല്ല കിടുങ്ങി ഇത് കേട്ടോ. ഇപ്പൊ എന്താ പറയുന്നത്, ദേവി കന്യാകുമാരി അല്ലേ? നമുക്ക് ദേവിയുടെ അടുത്ത് മോശമെന്ന് പറയാൻ പറ്റില്ല. ദേവനെ കുറിച്ച് പാടുമ്പോഴേ ദേവി ഞാൻ കണ്ടില്ലേ, ഒരു ദേവി കന്യാകുമാരി ദേവി ചൈതന്യം. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. മഹാദേവൻ രക്ഷിക്കട്ടെ. വൈഷ്ണവി കൊച്ചേ, എന്തോ ഞാൻ ഇവിടെ ഇല്ല. ഞാൻ എവിടെയാണെന്നറിയാ? ഇല്ല, ഹരിദ്വാർ അല്ല, അവിടെയല്ല, അതിന് മേലെ കൈലാസം. കൈലാസം. എന്തിന്റെ കൈലാസം? പാട്ടിന്റെ കൈലാസം. എല്ലാം മനസ്സിലാവുന്ന കുഞ്ഞാണ് അല്ലേ? ബ്രില്യന്റ്, വെരി ഇന്റലിജന്റ്, ബ്രില്യന്റ്. ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനൊരു ഭക്തിയുടെ എlement. അത് ഹരഹര മഹാദേവ എന്ന് പറയുമ്പോൾ ഞാനൊരു പൂജപ്പുരക്കാരനാണ്. പൂജപ്പുര എന്ന് കേട്ടിട്ടുണ്ടോ? തിരുവനന്തപുരത്ത്. അവിടെ ഏറ്റവും വലിയ പവിത്രത എന്ന് പറഞ്ഞാൽ പണ്ട് മഹാരാജാവിന്റെ കാലത്ത് പൂജയെടുപ്പിന് പൂജ വെച്ചുകൊണ്ടിരുന്ന, അതുകൊണ്ടാണ് അവിടെ ഒരു പുര ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പൂജപ്പുര എന്നുള്ള പേര് വന്നു. അതൊരു കുന്നാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് കുന്നുകളുണ്ടല്ലോ. കനകക്കുന്ന്, കൊടപ്പനക്കുന്ന്, അതുപോലെ ഒരു കുന്നാണ് പൂജപ്പുര എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പവിത്രതയുള്ള സ്ഥലമായതുകൊണ്ടാണ് അവിടെ നിന്ന് പൂജ വെച്ചുകൊണ്ടിരുന്നത് മഹാരാജാവ്. അപ്പോൾ എൻ്റെ വീടിന് തൊട്ടടുത്താണ് ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്രമാണ്. അത് സ്വാമിയുടെ ക്ഷേത്രമാണ്, ഹരന്റെ ക്ഷേത്രമാണ് മഹാദേവന്റെ. അവിടെ ആണ് ഞാൻ ആദ്യമായിട്ട് സംഗീത കച്ചേരി പാടിയത്. അപ്പോൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അത്രയും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു, ചെങ്കള്ളൂർ സ്വാമിയുടെ കൂടെയായിരുന്നു. അത് ഞാൻ പാടിയത് എപ്പോഴെന്നറിയോ? 1979 ആദ്യത്തെ കച്ചേരി പാടിയത്. അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ 40 വർഷം തികയും ഞാൻ ആദ്യത്തെ കച്ചേരി പാടിയിട്ട്, കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർമ്മിപ്പിച്ചില്ലേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, മോളെ അസലായിട്ട് പാടിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് ചേട്ടൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. പിന്നെ ഈ കോറസിന്റെ കൂടെ പാടാതിരിക്കുന്നത് നന്നാവും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് കിട്ടും. ആ കോറസിന്റെ സ്ഥലത്ത് അടുത്ത ലൈനിന് വേണ്ടി നമുക്ക് ബ്രേക്ക് കിട്ടും. മറ്റേത് കോറസിൻ്റെ കൂടെ പാടുമ്പോൾ നമുക്ക് ബ്രേക്ക് ഇല്ല. അപ്പോൾ അടുത്ത ലൈനിൽ നമുക്ക് ശ്വാസം കിട്ടും, കുറച്ചുകൂടെ എനർജി കിട്ടും. ആ കോറസ് കേട്ട് ലയിച്ച് അടുത്ത ലൈനിലോട്ട് പാടാൻ പറ്റും. കോറസിന്റെ കൂടെ പാടിയത് നന്നായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ് പോയിന്റ് എന്ന് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ദേവി കന്യാകുമാരി എപ്പോഴും ആ ഐശ്വര്യമുണ്ട്, പാട്ടിലും ഐശ്വര്യമുണ്ട്. പ്രത്യേകിച്ചും ഇതൊരു അങ്ങനെ സ്വാമിയുടെ പാട്ടായതുകൊണ്ട് അതിൻ്റെ ഐശ്വര്യം
ഒരുപാട് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഗംഗയുടെ ഓളങ്ങൾ പോലെ ഇങ്ങനെ സംഗീതം മകളിൽ, എൻ്റെ മകളിൽ, നമ്മുടെ മകളിൽ ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. വൈഷ്ണവി കുട്ടി എന്തോ എന്ത് രസമായിട്ട് പാടി. താങ്ക് യു സാർ. അസലായിട്ട് പാടി. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാനും പറയാണ്, ഭയങ്കര ഭക്തിരസം തുളുമ്പുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയെടുത്തു. അതാണ് ഏറ്റവും വലിയ ഗ്രേറ്റ്നസ്. നമ്മൾ അമ്പലത്തിൽ പോവാതെ തന്നെ അമ്പലത്തിൽ പോയ ഒരു ഫീൽ. വിഷ്ണു ഭക്തിയാണോ അതോ വൈഷ്ണവി എന്ന് പേര്? അതോ അച്ഛനും അമ്മയും വിഷ്ണു ഭക്തിയാണോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൃഷ്ണൻ. കൃഷ്ണ, അതാണ് വൈഷ്ണവി എന്നിടാൻ കാര്യം. പക്ഷെ മഹാദേവന്റെ അനുഗ്രഹമുണ്ട്, എപ്പോഴും ഓർത്തോണം. മഹാദേവനാണ് ഇപ്പൊ രക്ഷിച്ചത്. ഇത്ര നന്നായിട്ട് പാടാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനാണ്. കൊള്ളാം കൊള്ളാം. അപ്പം മഹാദേവനെ എപ്പോഴും സ്മരിക്കുക കേട്ടോ. ഏറ്റവും വലിയ ശക്തിയാണ് മഹാദേവൻ. എപ്പോഴും കൂടെ കൊണ്ടുവരണോ. അങ്കിളിന്റെ ഒരു അഡ്വൈസ് ആയിട്ട് എടുത്തോ കേട്ടോ. കൃഷ്ണൻ കൂടെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ മഹാദേവനും കൂടെ. ഞാൻ കണ്ടു വേറെ ആരും ചെയ്യാത്ത ഒരു മോള് ചെയ്തു കേട്ടോ. എല്ലാരും വന്നിട്ട് ഇങ്ങനെ അങ്ങ് ചിലപ്പോ അങ്ങ് പാടി പോവാണ്, പക്ഷെ മോള് വന്ന് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാ തുടങ്ങിയത്. അതാണ് ഗുരുത്വം, അതാണ് ഭക്തി, അതാണ് ദൈവാനുഗ്രഹം. ചിലപ്പോ മറ്റുള്ളവർ അകത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും വന്ന് ഇവിടെ ഞാൻ കാണാന്നോട്ടായിരിക്കാം, പക്ഷെ മോള് പ്രത്യക്ഷത്തിൽ അത് ചെയ്യുന്നത് ഞാൻ കണ്ടു. മോൾക്ക് വലിയ ദൈവാനുഗ്രഹമുണ്ട്. അപ്പൊ എന്തും ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ. ദൈവത്തിന്റെ അനുഗ്രഹമില്ല, ഒന്നുമില്ല, എല്ലാം പൊളിഞ്ഞ് പാളീസായി പോകും. അപ്പം മോൾക്കത് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും ഭക്തി ഇവിടെ നിറയ്ക്കാൻ സാധിച്ചത്. ഇത്രയും നല്ല കമ്പോസിഷൻ അല്ലേ, ഭയങ്കര പാടാൻ. മോളെ പിള്ളേർക്ക് ഇച്ചിരി ഭയങ്കര ടഫാണ്, പക്ഷെ എന്നാലും മോളത് പാടി ഒപ്പിച്ചു. ചെറിയ കറക്ഷൻസ് അല്ലേ ഉള്ളൂ, അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. മഹാദേവന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ, കൂടെ നമ്മുടെ ഡിയറസ്റ്റ് കൃഷ്ണനും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മുത്തൂസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഒരുപാട് ഭക്തി സാന്ദ്രമായിരുന്നു. ടെൻസ് വിത്ത് എക്സ്പ്രഷൻസ് ഓഫ് സ്പിരിച്വാലിറ്റി എന്നാണ് മുത്തൂസ് പറയുന്നത്. അപ്പോ മുത്തൂസിന് തരാനുള്ള ഗ്രേഡ് താങ്ക് യു സാർ. വിചാരിച്ചോ? ഇല്ല, ആ സംഗതി പോയപ്പം ഇനി A+ ആയിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു, ഇല്ലേ? അല്ല, മോള് നന്നായിട്ട് രണ്ടാമത് വീണ്ടും പാടിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്ത് A+ തരാൻ. അപ്പം ആരെ വിളിക്കണം? കണ്ണനെ വിളിക്കണോ, ലോനപ്പനെ വിളിക്കണോ, മാടപ്രാവനെ വിളിക്കണം? മാടപ്രാവനെ വേണ്ടേ? മാടപ്രാവ് ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കുക ഇപ്പൊ. അല്ല, ആരെ വിളിക്കണം? ഒരു മാടപ്രാവ് പൂക്കുറ്റി വരട്ടെ. Congratulations, you are awarded A+ for the singing. Thank you sir. ഒരു കോടി മംഗളം വരമരുളി മകരം വൈഷ്ണവി, എന്തോ all the best. Thank you. ഒരു നൂറ് പൊൻതിരി കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി ഒരു സ്നേഹസാഗരം തിരയിളകി മധുരോപഹാരമായി സ്വരമൊഴുകി ഇത് പുണ്യമുണർന്ന സുവർണ്ണദിനം. നാദനിറവിന്റെ വിസ്മയം നമ്മുടെ പ്രിയ ഗായകൻ സൂര്യ മഹാദേവൻ. വെൽക്കം ഓൺ സ്റ്റേജ്. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ ജയിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ വേണം. ഞാൻ പറഞ്ഞു വന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിൽ ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് ചട്ടമ്പി കല്യാണി എന്ന സിനിമയിൽ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എന്ന പാട്ടാണ്. പാട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പം ഞാൻ പോയി പാടി ജയിച്ചിട്ട് വരാം. എംജിങ്ങളെ ഇതേ സൂര്യനും മീശ വന്നു. സൂര്യ, എന്തോ ശംഭോ മഹാദേവ, നിനക്ക് നീ തടി വെച്ചു? ഇല്ല, കണ്ടിട്ട് നല്ല വന്നതിനെക്കാട്ടിലൊക്കെ നല്ല തടി. ഷർട്ട് കുറച്ച് ടൈറ്റ് ആണ്, പാന്റും ടൈറ്റ് ആയില്ലേ? ഇല്ല ഇല്ല, പാന്റ് കുഴപ്പമില്ല.
എന്തായാലും തടി വെച്ചു, പിന്നെ മീശയൊക്കെ മീശ വെച്ചു. അത് മൃഗമദാദി. മൃഗമദാദിന്റെ അതാ. ഏത് പാട്ടാ? ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത് ജയിക്കാനായി ജനിച്ചവൻ. ഇപ്പം പാടേണ്ട പാട്ടാണ്, കാരണം ഇലക്ഷൻ ഒക്കെ നടക്കാൻ പോകില്ലേ. അപ്പൊ ഈ പാട്ട് എല്ലാരും പാടും, എല്ലാ സ്ഥാനാർത്ഥികൾക്കും പാടാൻ പറ്റിയ ഒരു പാട്ടാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഹാദേവ, അവസാനം നീ ഒരു നിപ്പ് തന്നല്ലേ, ഇങ്ങനെ പറഞ്ഞ നിപ്പ്, അതൊന്ന് കാണിച്ച എങ്ങനെയായിരുന്നു? അതുപോലെ ഉണ്ടായിരുന്നു പാട്ട്. കാരണം അങ്ങനെ അത്ര ശക്തിയായിട്ട് ജയിക്കാനായിട്ട് ഞാൻ പാടിയ പാട്ടാണ് എന്നുള്ള ഒരു എന്താ ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി അങ്ങനെ ഇടിച്ചു നിർത്തി പാടി. വെരി ഗുഡ്. താങ്ക് യു സർ. ഒരു ശ്രുതിയുടെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ശക്കലം പോയതെന്നൊഴിച്ച് ഒന്നുമേ ചൊല്ലറതൊക്കില്ലേ. എല്ലാ സബാഷ്, ബലെ, ഭേഷ്, കൊള്ളാം, നന്നായി, കിടുക്കി എന്നൊക്കെ പറയുന്ന വാക്കുകളില്ലാതെ ഇതിനകത്ത് ഒരു കമന്റും എനിക്ക് പറയാനില്ല.
മോൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. യു ആർ വെരി കോൺഫിഡൻറ്റ്. ഡാൻസ് ഇടയ്ക്കൊന്ന് ഇങ്ങനെ അവർ ആ കാല് വെക്കുമ്പോൾ നീ ഈ കാല് വെക്കും, ഇവർ ഈ കാല് വെക്കുമ്പോൾ അങ്ങോട്ട് വെക്കും. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നിപ്പുണ്ടാ, അത് കഴിഞ്ഞല്ലോ, നീ ഇപ്പൊ പാട്ട് പാടാം. പാട്ടിലാണ് ഫുൾ കോൺസെൻട്രേഷൻ. പകൽ കഴിഞ്ഞാൽ രാത്രി, ഇരുട്ട് പോയാൽ വെട്ടം. ലാസ്റ്റിൽ മാത്രം അങ്ങനെ ഒരു ആക്ഷനിൽ കൊണ്ടുവന്ന് നിർത്തി. കൊള്ളാം, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. എനിക്ക് ഈ പെർഫോമൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണയായിട്ട് സൂര്യ മഹാദേവൻ കൊണ്ടുവരുന്ന പാട്ടുകൾ എപ്പോഴും വളരെ മെലോഡിയസ് ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പാടിയ ഒരു പുഷ്പം മാത്രമേ, എന്ത് രസമായിട്ട് പാടിയെന്നറിയാം. അൾട്ടിമേറ്റ് കിട്ടിയില്ലേ? അതാണ് ഏതെല്ലാം ടൈപ്പ് ഓഫ് പാട്ടുകൾ. റേഞ്ച്, അതാണ് റേഞ്ച്, വെർസറ്റാലിറ്റി. അത് ക്ലാസ്. താങ്ക് യു സർ. ഇപ്പോ മോനൊരു പുതിയ പോയിന്റ് പ്രൂവ് ചെയ്യണം നമുക്ക്. അതായത് എനിക്ക് മാറി ഇങ്ങനെയും ചെയ്യാൻ പറ്റും, ഇങ്ങനെയും പാടാം, ഇങ്ങനെയും പാടാം. ഞാനൊരു ജലത്തിന്റെ രൂപത്തിലാണ്. ഞാൻ ഏത് ബോട്ടിലാണോ ആകുന്നത് അതിന്റെ രൂപം ഞാൻ എടുക്കും എന്ന് സൂര്യൻ നമ്മളോട് പറയുന്നുണ്ട്, ഓഡിയൻസിനോടും പറയുന്നുണ്ട്. ദാറ്റ് ഇസ് വെരി ഗുഡ്. എപ്പോഴും അങ്ങനെ ആയിരിക്കും ഒരു ആർട്ടിസ്റ്റ്. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ കുട്ടൻ തമ്പുരാനായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷമുള്ള സിനിമകളിൽ മനോജിന്റെ പല 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 ഭാവങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണോ അത് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലോട്ട് അങ്ങ് ജോയിൻ ചെയ്യുക. അതെങ്ങനെയാണ് സാധിക്കുന്നത് ശരിക്കും? അത് ചേട്ടാ, ഞാനും പറയുന്ന ഒരു ആക്ടർ എപ്പോഴും ഒരു ബ്ലാങ്ക് പേപ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരമായിട്ടൊരു ഈ ക്യാരക്ടേഴ്സിലേ എനിക്ക് ചേരുവുള്ളൂ, അല്ല ഇത്തരമാണ് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് എന്നുള്ളൊരു സംഭവമേ നമുക്കില്ല. നമ്മളൊരു പ്ലെയിൻ മനസ്സുമായിട്ടാണ് പോകുന്നത്. ഉദാഹരണം, ശ്രീകുട്ടിച്ചേട്ടൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത അർദ്ധനാരി എന്നൊരു സിനിമ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഹിജഡ ക്യാരക്ടറൊന്നും എന്നെപ്പോലെ മാൻലി ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ആരും എക്സ്പെക്ട് ചെയ്യില്ല, ആരും എന്നെ വിളിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനും അങ്ങനെ കരുതിയിട്ടില്ല, അങ്ങനെ കരുതാൻ പാടില്ല. അപ്പോൾ അത് ആ ക്യാരക്ടർ വന്നപ്പോൾ അതറിയാതെ ആ വെള്ള പേപ്പറിലേക്ക് എഴുതി ചേർക്കുകയായിരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കണം. അതെ, ആനന്ദഭദ്ര ദിഗംബരൻ ആ പാട്ട് സൂര്യൻ പാടിയിട്ടുണ്ടോ? തിരുവനന്തപുരം. എനിക്ക് വേണ്ടി രണ്ടിനെയും പാടാ. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. ഇത് പാടുന്ന ആളാണ് ഇപ്പോ ജയിക്കാനായി ജനിച്ചവൻ. അതെ 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 അതെ. അപ്പോ ഇപ്പൊ ഒരു വലിയൊരു ടിപ്പ് കിട്ടി. എന്താണ്? എപ്പോഴും ബ്ലാങ്ക് പേപ്പർ ആയിരിക്കണം. അതെ, അതിലേക്ക് നമുക്ക് തന്നെ അക്ഷരങ്ങൾ എഴുതി ചേർക്കാൻ പറ്റണം. അങ്ങനെ പറ്റുന്നു, സൂര്യന് പറ്റും എന്ന് ഈ പെർഫോമൻസ് തെളിയിച്ചു. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വേഴ്സറ്റൈൽ ആയിട്ട് പല രീതിയിലുള്ള പാട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അതായത് ചിത്രശിലാപാളികൾ ആ പാട്ടിന് അല്ല, മിണ്ടാത്തത് എന്തൊക്കെയാണ്. അത് അപ്പോൾ വേറെ ടൈപ്പ് ഓഫ് പാട്ടുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ദിസ് ഇസ് എ വെരി ഡിഫറെന്റ് സോങ്. ഇതുവരെ കേട്ടതെന്നും വളരെ വ്യത്യസ്തം. അപ്പോൾ വ്യത്യസ്തനാമൊരു സൂര്യ മഹാദേവനെ സത്യത്തിൽ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഓക്കെ, പാട്ടിന്റെ വേഴ്സറ്റാലിറ്റി ടോപ്പ് സിംഗറിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന മിടുക്കനായ, എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട സൂര്യ മഹാദേവന്റെ ഏറ്റവും പുതിയ പാട്ട് ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. സൂപ്പർ, നന്നായിട്ട് പാടി, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടി. ആ ഒരു പാട്ടിൽ നിന്നുള്ള സാധനം അതിൻ്റെ അകത്ത് മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും ഉണ്ടായിരിക്കാന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വെറും ജയിക്കാനായി ജനിച്ചവൻ, പാട്ടിൽ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, ആ പാട്ടിൽ മനസ്സിൽ ഉണ്ട്. പാട്ടിൽ ജയിക്കാനായി ജനിച്ചവനാണ് ഞാൻ, വേറൊന്നുമല്ല. അതൊക്കെ മറ്റേ സീക്വൻസ് ആണ്, ആ സിനിമയിലെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള വരികളാണ് ആ പാട്ടിലുള്ളത്. പക്ഷെ മോൻ്റെ മനസ്സിലുള്ള ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് മോൻ്റെ പാട്ടിൻ്റെ വിജയം. ലാസ്റ്റ് കാണിച്ച് ശ്രീകുട്ടിച്ചേട്ടൻ കാണിച്ച് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞില്ല, ഇത് അതിലും ഉണ്ട് ആ കോൺഫിഡൻസ്. അവിടം വരെ ആ ലാസ്റ്റ് വരെ മോൻ്റെ ആ കോൺഫിഡൻസ് വളരെ നന്നായിട്ട് നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിഞ്ഞു. എപ്പോഴും വേണ്ടതാണ്. സ്റ്റേജിൽ പാടുക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. നമ്മളൊക്കെ സ്റ്റേജിൽ പാടാറുണ്ട് വിറച്ചുകൊണ്ട്, മനസ്സിൽ ചിലപ്പം വെളിയിൽ കാണാൻ പറ്റില്ല, പക്ഷെ മനസ്സിങ്ങനെ വിറയ്ക്കും. അപ്പോൾ ഇവരെ പോലുള്ള ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക്കിൻ്റെ ആൾക്കാർ മുമ്പിൽ ഇരുന്നിട്ട് പാടുക എന്ന് പറയുന്നത് ചില്ലറ കളിയാണോ?
അവരൊക്കെ എത്രയോ വലിയ വലിയ ആൾക്കാരാണ് ഓർക്കസ്ട്ര. അതിനെയൊക്കെ അതുകൊണ്ട് ഭയങ്കരമായി നമ്മൾ നമിക്കുകയാണ് മോനെ. കാരണം നിങ്ങളൊക്കെ തുടക്കക്കാരാണ്, എന്നിട്ട് പോലും അത്രയും കോൺഫിഡൻസ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പാടാൻ ശ്രമിക്കുന്നു. അതിന് സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. ഇനിയും ഒരുപാട് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഗാനങ്ങൾ മോൻ്റെ വെള്ള പേപ്പറെ, അതായത് ആ മനസ്സിൻ്റെ വെള്ള പേപ്പറിൽ പതിപ്പിച്ച് പാടാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മീനൂസ് പാടിക്കൊണ്ടിരിക്കുന്നു. മീനൂസായി ജനിച്ചവൾ ഞാൻ, മണ്ടൂസായി അങ്ങനെ പാടിയിട്ടില്ല, ആദ്യത്തെ പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്രേഡ് കൊടുക്കാം. യെസ് ചേട്ടാ. സൂര്യ, ലുലൂസ് ഒരൊറ്റ ഗ്രേഡ് എ അൾട്ടിമേറ്റ്. താങ്ക് യു സർ. അപ്പൊ ആരുടെ പേര് പൂക്കുറ്റി വേണം? ലോലപ്പന്റെ പേരിലും കണ്ണൻ ചേട്ടന്റെ പേരിലും. കണ്ണോ ലോലപ്പോ ഒരു പൂക്കോസ്. Congratulations, you are awarded A Ultimate for the song. Thank you sir. ടാറ്റാ. കുറുമൊഴിയുടെ കാട്ടിലെ കുളിരൊളിവിൽ നീളവേ കനവു നെയ്ത നെഞ്ചിലെ കവിത മോളി മെല്ലവേ മിഴി തിരയുവതാരെ ദൂരെ. ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഓഡിയൻസ് ചോയ്സിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. ഓഡിയൻസ് എല്ലാവർക്കും ആരുടെ പാട്ടാ കേൾക്കണ്ടേ? ഹലോ, പേരെന്താ? ഹിമ. എത്രല്ല പഠിക്കണേ? ഞാൻ +2 ആയി. ഓക്കെ, ഏത് സ്കൂളിലാ? ഞാൻ ചേർപ്പുങ്കൽ ഹോളി ക്രോസ്. ഹോളി ക്രോസിലാണ് പഠിക്കുന്നത്. എനിക്കറിയാലോ, ഞാൻ പോകുമ്പോ അതുവഴിയാ പോവാ. അപ്പൊ ടോപ്പ് സിംഗർ കാണാറുണ്ടോ? എന്നും കാണാറുണ്ട്. ടോപ്പ് സിംഗറിൽ ആരും ഏറ്റവും ഇഷ്ടം? അതിഥി. അപ്പൊ അതിഥിയുടെ പാട്ട് കേൾക്കണ്ടേ? വിളിക്കട്ടെ. വെൽക്കം അതിഥി ഓൺ സ്റ്റേജ്. ഹലോ, പേരെന്താ? എന്റെ പേര് ഹിമ. ഹിമ ചേച്ചി, അതിഥിനെ ഇപ്പൊ നേരി കണ്ടപ്പോ എന്ത് തോന്നുന്നു? TV കാണുന്ന പോലെ തന്നെയാ? കുറച്ചുകൂടെ നല്ല ഗ്ലാമർ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഗ്ലാമർ. അയ്യോ, അതിഥിക്ക് ഇതൊന്നും അതിഥിന്റെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ല കേട്ടോ. ചുമ്മാ പറഞ്ഞ നമ്മളിനി അടിച്ചു താത്താണെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് ഇതിനെ. ഓക്കെ, പോട്ടെ. പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി ചേച്ചിക്ക്. ഏത് പാട്ടാ പാടി കൊടുക്കണേ? ഞാനിന്ന് സദാ പാലയ മിസ്റ്റർ ഫ്രോഡ് എന്ന സിനിമ. ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു. साक्षी सदा पालय सार साक्षी सदा पालय सार साक्षी समान रहित समान रहित मोहनागी सदा पालय सार साक्षी समान रहित समान रहित मोहनागी सदा पालय
സാക്ഷി സമാന രഹിത മോഹനാംഗി സദാ പാലയ മധുര വാഗ്വിലാസിനി സുധ മധുര വാഗ്വിലാസിനി സുജലാഗമോചനി സുഹാസിനി പാലയ സാരസാക്ഷി സമാനരഹിത മോഹനാംഗി സദാ പാലയ ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? നമ്മുടെ കൊച്ചു സുന്ദരൻ ശ്രീഭുവൻ. വെൽക്കം ശ്രീഭുവൻ ഓൺ സ്റ്റേജ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു സമ്മാനം മൊമെന്റ് ഓഫ് ദ ഡേ മനോജങ്ങൾ വെച്ചെടുക്കും. അജ്ഞാതനാം സഹ